ബ്രസീലിൻ്റെ ആ ഒരു സ്വാഭാവിക ഫുട്ബോൾ കളിക്കാൻ എപ്പോഴാണ് ബുദ്ധിമുട്ടാറ്? എതിരെ നിൽക്കുന്ന ടീം വളരെ കോമ്പാക്റ്റ് ആയിട്ട് സ്പേസ് ഒന്നും കൊടുക്കാതെ ഡിഫെൻഡ് ചെയ്യുന്ന ടീമായിരിക്കണം, ഫിസിക്കലായിട്ടുള്ള സൈഡായിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ച് എത്രയും പെട്ടെന്ന് 1-2 പാസുകൾക്കുള്ളിൽ പെട്ടെന്നുള്ള ആ ഒരു ക്വിക്ക് പാസ് വെച്ചുകൊണ്ട് ട്രാൻസിഷനിൽ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ട്രാൻസിഷൻ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് ഡിഫൻസിനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പറ്റിയ ടീമാണ് സ്കോട്ട്ലൻഡ് എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ സ്കോട്ട്ലൻഡ് ഇന്ന് നിലം തൊട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരം കൗണ്ടർ അറ്റാക്കിങ്, പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഓഫ് ദ ബോൾ ആണെങ്കിൽ പോലും ഗെയിമിൽ ഒരു കൺട്രോൾ വേണം എതിർ ടീമിന്. സ്കോട്ട്ലൻഡ് എന്താണ് കാണിച്ചത്? ആദ്യത്തെ 2 ഗോൾ, വിനീഷ്യസിൻ്റെ ആദ്യത്തെ 2 ഗോളിലും അവരുടെ മിസ്റ്റേക്ക്. അവരുടെ ബിൽഡപ്പ് ഫേസിൽ അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബ്രസീൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്താണ് വിനീഷ്യസിന് ആ ഒരു ചാൻസസ് 2 ക്രിയേറ്റ് ആയത്. ആദ്യത്തേതിൽ റയാൻ്റെ പ്രസ്, ശരിക്കും റയാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കുമ്പം ശരിക്കും ഞാനിന്ന് റഫീനെ മിസ് ചെയ്തിട്ടില്ല. റയാൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, ഇന്ന് അസിസ്റ്റ്, ബോൾ വിൻ ചെയ്യുന്നു, അതേപോലെ തന്നെ റയാൻ്റെ ടച്ചസ്, കോമ്പിനേഷൻസ്. റൈറ്റ് വിങ്ങിൽ ആർക്കെങ്കിലും വിങ്ങറിനെ വേണം എങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ, ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് വിങ്ങറിനെ വേണം എങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പ്ലെയർ റയാൻ. അത് മാത്രമല്ല, വിനീഷ്യസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ് ഇന്നത്തെ മത്സരത്തിൽ 2 ഗോൾ സ്കോർ ചെയ്തു. 3ാമത്തെ ഗോൾ വേണമെങ്കിൽ വിനീഷ്യസിന് അടിക്കാമായിരുന്നു. പുള്ളിയുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെ പുള്ളി ചാൻസസ് കൊണ്ട് തൊലച്ചു. അപ്പം നമ്മൾ ആ ഒരു വിനീഷ്യസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വിനീഷ്യസിനെ ഇന്ന് ആഞ്ചലോട്ടി ഉപയോഗിച്ച ആ ഒരു രീതി, അല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ വിനീഷ്യസ് എന്താണെന്ന് ഇന്നത്തെ മത്സരം ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. കാരണം ആഞ്ചലോട്ടി വിനീഷ്യസിനെ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട്, ആ ഒരു വിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്ലെയറായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സെൻട്രലി ആ ഒരു ഫോൾസ് 9 മത്തേസ് കുണിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിഫൻസിന് മുന്നിൽ ആ ഒരു സ്പേസ് ഉണ്ട്. മത്തേസ് കുണി എപ്പോഴും ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് വരുന്ന ഒരു തരം പ്ലെയറാണ്, ആ ഒരു ഫോൾസ് 9 കളിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം മത്തേസ് കുണി ഒരു സ്ട്രൈക്കറിൻ്റെ പൊസിഷൻ വിട്ടിട്ടാണ് പുള്ളി ആ ഒരു മിഡ്ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മത്തേസ് കുണിയെ വിടുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു സ്ട്രൈക്കർ റോളിലേക്കാണ് ശരിക്കും ഇന്ന് വിനീഷ്യസ് കളിച്ചത്. വിനീഷ്യസിൻ്റെ പൊസിഷനിങ് നോക്കിയാൽ നമ്മൾ ആ ഒരു റയൻ ബോൾ വിൻ ചെയ്ത സമയത്ത് വിനീഷ്യസ് ഗോളിന് മുന്നിലുണ്ട്. ആ ഒരു സ്ട്രൈക്കറിനെ പോലെ ചാൻസ് പ്രതീക്ഷിച്ച് നിൽക്കുന്നു, ടാപ്പിൻ ഗോൾ. അതേപോലെ ബ്രൂണോ ഗുമാരസിൻ്റെ ആ ഒരു ക്രോസിൻ്റെ സമയത്തും പുള്ളിയുടെ ഹെഡർ, ആ ഒരു സ്ട്രൈക്കർ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വിനീഷ്യസ് ഇന്ന് ആ ഒരു 2 ഗോളിൻ്റെ സമയത്തും ബിഹേവ് ചെയ്തത്. ശരിക്കും ആഞ്ചലോട്ടി വളരെ ബുദ്ധിപരമായിട്ട് കുണിയെ ആ ഒരു ഫോൾസ് 9 കളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുണിയ വെക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെ എങ്ങനെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്നു വിനീഷ്യസിലൂടെ. അതൊക്കെ ശരിക്കും പലരും കണ്ടു പഠിക്കേണ്ടതാണ്. ചുമ്മാതല്ല നമ്മൾ ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ് ഇത്രയും ഡോൺ കാർലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിന് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ബ്രസീലിന് മുന്നിൽ യാതൊരു മറുപടിയില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്കോട്ട്ലൻഡിൻ്റെ ഒരേ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് മാക്സിമം ബോക്സിനുള്ളിലേക്ക് ക്രോസുകൾ കൊടുക്കുക, ബോക്സിനുള്ളിൽ അവരുടെ മക്ടോമിനെ പോണക്കത്തെ പ്ലെയേഴ്സിനെ കുത്തി നിറച്ച്, അല്ലെങ്കിൽ ഹൈറ്റുള്ള പ്ലെയേഴ്സിനെ കുത്തി നിറച്ച് ആ ഒരു ക്രോസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സെക്കൻഡ് ഹാഫിലാണ് അവർ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും, സെക്കൻഡ് ഹാഫിലാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് അവർ നേടിയെടുക്കുന്നത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് അതിൽ ഒരു 3 മക്ടോമിനയുടെ വകയാണ്. അങ്ങനെ മക്ടോമിനയ്ക്ക് ക്രോസ് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, അതായിരുന്നു സെക്കൻഡ് ഹാഫിൽ സ്കോട്ട്ലൻഡിൻ്റെ ആ ഒരു പദ്ധതി. അതൊരു പരിധി വരെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അലിസൺ എന്ന് പറയുന്ന വൻ മതിൽ ഗോളിന് മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം അലിസൺ ഇന്ന് എത്ര നല്ല സേവുകൾ പുള്ളി ഇന്ന് നടത്തിയിട്ടുണ്ട്. അപ്പം സ്കോട്ട്ലൻഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന് മുന്നിൽ ഒന്നും ബ്രസീലിനൊരു എതിരാളിയല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡ്. പിന്നെ നമ്മൾ 76ാമത്തെ മിനിറ്റിൽ മത്സരത്തിൽ ഒരു വമ്പൻ സംഭവം നടന്നു. ഗ്രൗണ്ട് കാണികൾ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്ന ഫാൻസ് എല്ലാവരും ഇളകി മറിഞ്ഞ നിമിഷം നെയ്മർ ജൂനിയർ മത്തേസ് കുണിയെ സബ് ചെയ്ത് പിച്ചിലേക്ക് ഇറങ്ങി വരുന്നു.
അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വിനീഷ്യസ് പോട്ടെ, നെയ്മറിനെ ഒരു ഒരു പ്രോപ്പർ ഫുട്ബോൾ മാച്ച് കളിക്കുന്നത് കാണുന്നത് എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്. 2021 കോപ്പ അമേരിക്ക ആണെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ലാസ്റ്റ് കണ്ട പ്രോപ്പർ ഒരു നല്ലൊരു കോമ്പറ്റീഷനിൽ നെയ്മറിനെ കണ്ടത് അന്നേരപ്പോഴാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മളിൽ പലരും കാണുന്നവർ കാണും ചിലപ്പോൾ. ഞാൻ ഏതായാലും ബ്രസീൽ ലീഗ് സാന്റോസിനെ ഒന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിവരവും ഇല്ല നെയ്മറിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്. പക്ഷേ നെയ്മർ ഇന്ന് വന്നു, നെയ്മറിൻ്റെ ഫുട്ബോൾ കാണാൻ സാധിച്ചു. നെയ്മർ ഓരോ പാസ് അല്ലെങ്കിൽ നെയ്മറിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഫുട്ബോൾ എന്ത് സിമ്പിളാണെന്ന്. നെയ്മർ വന്നു കഴിഞ്ഞ സമയത്തെ ബ്രസീൽ എന്ന് പറയുന്നത് കുറേ കൂടെ ഒരു ഡയറക്ട്നെസ്സിന് പകരം കുറേ കൂടെ ക്ലോസ് കോമ്പിനേഷൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗെയിം. ആ സമയത്തും ആ വന്ന കുറച്ച് സമയത്ത് 76ാമത്തെ മിനിറ്റിൽ വന്ന് ആ സമയത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ നെയ്മർ വിനീഷ്യസിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു അസിസ്റ്റ് കിട്ടി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് മാത്രമല്ല ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്, ഇതൊക്കെ കാണാൻ സാധിച്ചു. നെയ്മർ വളരെ എന്നാ പറയുന്നത് ഒട്ടും ഒരു പ്രഷറും ഇല്ലാതെ ആ ഒരു ഫ്രീ റോളിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മത്സരത്തിന് ശേഷമാണെങ്കിലും പുള്ളിയുടെ കണ്ണുകൾ നിറയുന്നു, പുള്ളിയുടെ ഫാമിലിയെ ഫാൻസിനെയൊക്കെ നോക്കി വേവ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം മത്സരം കഴിഞ്ഞ സ്ഥിതിക്ക് മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരം കൂടെ ബ്രസീൽ ജയിച്ചുകൊണ്ട് തന്നെ ബ്രസീൽ ഗ്രൂപ്പ് ടോപ്പറായി മാറി. ഇപ്പോഴത്തെ ഒരു സാധ്യത അനുസരിച്ച് അടുത്ത റൗണ്ടിൽ ജപ്പാനാണ് എതിരാളി. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ക്വാളിറ്റി, ബ്രസീലിനെ തളയ്ക്കണമെങ്കിൽ എതിരാളിക്ക് എന്താണ് ക്വാളിറ്റി വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി എല്ലാം ജപ്പാനിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ജപ്പാനൊക്കെ ഒരു മത്സരം കൂടെ ആ ഒരു ഗ്രൂപ്പിൽ നടക്കാനുണ്ട്. ഓരോരോ മത്സരങ്ങളും കൂടെ നടക്കാനുള്ളത് കൊണ്ട് ഇതുവരെയായിട്ട് ജപ്പാനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എനിക്കൊന്ന് ജപ്പാൻ അല്ലെങ്കിൽ നെതർലൻഡ്സ്, അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അല്ലെങ്കിൽ സ്വീഡൻ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ഇടണം.